നമസ്കാരം. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വരെ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നത് നിങ്ങൾക്ക് CPM എന്ന പാർട്ടിയെക്കുറിച്ചൊന്നും അറിയില്ല, നിങ്ങൾ ഞങ്ങളുടെ പാർട്ടിയെക്കുറിച്ചൊന്നും അറിയാതെ സംസാരിക്കരുത് എന്നാണ്. ഇന്നിപ്പോൾ കഥ മാറിയിരിക്കുന്നു. മിസ്റ്റർ പിണറായി വിജയൻ എന്ന് മാധ്യമങ്ങളിലൂടെ വരുന്ന വാർത്തകളിലൂടെ അദ്ദേഹം മനസ്സിലാക്കും എന്ന് കരുതട്ടെ. അതായത് ഇത്രയും വളച്ചുകെട്ടില്ലാതെ ആ കാര്യം നാം പറയട്ടെ. ഈ മാസം 19-ാം തീയതി AKG സെൻറ്ററിൽ ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കാൻ ചെന്ന ശ്രീമതി ടീച്ചറെ പിണറായി വിജയൻ വിലക്കിയതിൽ എന്ത് സൂചനയാണ് ഉള്ളത്? പിണറായി പാർട്ടിക്കും ബേബിക്കും അതിലൂടെ നൽകുന്ന സന്ദേശം എന്താണ്? ശ്രീമതി ടീച്ചറെ ശ്രീമതി ടീച്ചറെ പിണറായി വിലക്കി എന്ന വാർത്ത ഇന്ന് മുഖ്യധാര മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്ന ഈ ദിവസം ഈ സംസ്ഥാന കമ്മിറ്റി നടക്കുന്ന ആ വേദിയിൽ MA ബേബി ഉണ്ടായിരുന്നു. അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബി ഉണ്ടായിരുന്നു. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉണ്ടായിരുന്നു. അവിടെയാണ് പിണറായി വിജയൻ എന്ന കേരള സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി, CPIM എന്ന പാർട്ടി ഭരിക്കുന്ന ഏക സംസ്ഥാനത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തുകൊണ്ട് ശ്രീമതി ടീച്ചറെ വിലക്കുമ്പോൾ ബേബിയും ഗോവിന്ദനും മിണ്ടാതെ തന്നെ അവിടെ ഇരുന്നു? അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ വിലക്കിയ ശ്രീമതി ടീച്ചർ പിണറായിയോട് തിരികെ എന്തുകൊണ്ട് ചോദിച്ചില്ല, എന്താ തനിക്കിവിടെ ഇരിക്കാൻ അർഹതയില്ലേ എന്ന്? ഏതായാലും ഇത്തരം ചോദ്യങ്ങൾ ഇപ്പോൾ നാം ഇവിടെ ചോദിക്കുമ്പോൾ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഗോവിന്ദനും ശ്രീമതി ടീച്ചറും ഇതിന് മറുപടി നൽകി. അതൊക്കെ കേട്ടാൽ തന്നെ മുഴുവൻ പീയണിക്ക് ചോട്ടിൽ പുതയ്ക്കുന്നു എന്നൊരു നാടൻ പഴഞ്ചൊല്ല്, അതായത് ഒരു പ്രയോഗം നമുക്കിവിടെ പറയേണ്ടി വരും. ഒക്കെയും കേട്ടു, എല്ലാം സത്യമാണ്, എല്ലാം പുറത്തു വന്നു, എല്ലാ കള്ളത്തരവും പുറത്തായി എന്ന് വരുമ്പോൾ ഒക്കെയും പൊതിഞ്ഞു പിടിച്ചുകൊണ്ടുള്ള വർത്തമാനം ഇവർ ഇരുവരും പറയുമ്പോൾ, അല്ലയോ ഗോവിന്ദ, അല്ലയോ ശ്രീമതി, നിങ്ങൾക്കൊന്നും ഉളുപ്പില്ലേ എന്ന് കേരള സമൂഹം അവരോട് ചോദിച്ചു പോവുകയാണ്. ഇവർക്കൊപ്പം ബാക്കി സ്ത്രീ സഖാക്കളൊക്കെ ഉണ്ടല്ലോ. അതായത് PK ശ്രീമതിക്കൊപ്പം ശൈലജയുണ്ട്, KK ശൈലജയുണ്ട്, സതീദേവിയുണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന CS സുജാതയുണ്ട്, മേഴ്സിക്കുട്ടിയുണ്ട്. ഇവരൊക്കെ എവിടെ പോയി? തങ്ങൾക്കൊപ്പമുള്ള ഒരു സ്ത്രീ സഖാവിനെ ഇത്തരത്തിൽ പുരുഷ മേധാവിത്വത്തിൻ്റെ ഭാഷ്യത്തോടെ പിണറായി വിജയൻ സെൻട്രൽ കമ്മിറ്റിയിലെ ക്ഷണിതാവായ ശ്രീമതിയോട് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇരിക്കാൻ നിങ്ങൾ എന്തിനാ വന്നത് എന്ന് ചോദിക്കുമ്പോൾ ഈ സ്ത്രീകളായിട്ടുള്ള നേതാക്കൾ ഇതുവരെ എന്തേ മിണ്ടാത്തത്? അവരിനിപ്പോൾ ചിലപ്പോൾ അവരുടെ ഘടനയിൽ, അവരുടെ പാർട്ടി ഘടനയിൽ, അവർ ഉൾപ്പെട്ട പാർട്ടി സംഘടനയിൽ മാത്രമേ പറയുള്ളായിരിക്കും. ശരി ആവട്ടെ. CPM എന്ന പാർട്ടിയുടെ സംഘടനാ ഘടനയനുസരിച്ച് CPM എന്ന പാർട്ടിയുടെ സെൻട്രൽ കമ്മിറ്റി അംഗമായി തിരഞ്ഞെടുക്കപ്പെടുന്ന ആൾക്ക് അല്ലെങ്കിൽ അംഗത്തിന് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കാം. ഇവിടെയാണ് PK ശ്രീമതിയെ പിണറായി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കുന്നതിൽ വിലക്കി എന്ന വാർത്ത പുറത്തു വരുന്നത്. അതായത് ഈ കഴിഞ്ഞ 19-ന് AKG സെൻട്രലിൽ നടന്ന സെൻട്രൽ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കാൻ ശ്രീമതി പങ്കെടുക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള പരാമർശം ഉണ്ടായിരിക്കുന്നത്. ഇവിടെ PK ശ്രീമതിക്ക് CCയിൽ അംഗത്വം കിട്ടുമ്പോൾ, അതായത് അവർ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ പ്രസിഡന്റ് എന്ന രീതിയിൽ സെൻട്രൽ കമ്മിറ്റിയിൽ അവരെ ക്ഷണിതാവായി, അതായത് പ്രായപരിധി ഇളവ് മാനിച്ചുകൊണ്ട് പിണറായി വിജയനെ പോളിറ്റ് ബ്യൂറോയിൽ സ്ഥിരം ക്ഷണിതാവായി കൊടുക്കുമ്പോൾ, ഈ പറയുന്ന PK ശ്രീമതിയെ CCയിൽ ക്ഷണിതാവാക്കുമ്പോൾ പിണറായി വിജയന്റെ മരുമകൻ മുഹമ്മദ് റിയാസിനെ CCയിലേക്ക് തിരികെ കയറ്റാൻ പിണറായി ചില കണക്കുകൂട്ടലുകൾ നടത്തിയിരുന്നു. ആ കണക്കുകൂട്ടലുകൾ തെറ്റുകയായിരുന്നു, തെറ്റിപ്പോയി. അവിടെ ശ്രീമതി ടീച്ചർ ഈ പറയുന്ന CCയിൽ ക്ഷണിതാവായി വരികയും ചെയ്തു. അതിലുള്ള കർവാണ്, അതിലുള്ള ഇഷ്ടക്കേടാണ്, അതായത് തൻ്റെ ഇംഗിതം ശ്രീമതി കാരണം തട്ടി തെറിച്ചു പോയതിലുള്ള
കലിപ്പാണ് എന്ന് പച്ച മലയാളത്തിൽ പിണറായി ശ്രീമതിയോട് തീർത്തത് എന്ന് തീർത്തും വ്യക്തം. ഏതായാലും പാർട്ടി സെക്രട്ടറി വിശദീകരണവുമായി എത്തി എന്ന് നാം അല്പം മുമ്പ് പറഞ്ഞ പോലെ അദ്ദേഹം നിരവധി പാർട്ടി ക്ലാസ്സുകൾ എടുത്തിട്ടുള്ള അതായത് പാർട്ടി ക്ലാസ്സുകളിലെ കടിച്ചപ്പൊട്ടാത്ത വാചകങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകാത്ത വാചകങ്ങൾ എടുക്കുന്ന MV ഗോവിന്ദൻ ഏതായാലും മറുപടി വളരെ ഗംഭീരമാക്കിയിട്ടുണ്ട്. ഇവിടെ ശ്രീമതിയും മറുപടി നൽകി. പക്ഷേ ശ്രീമതി ഇതിനുള്ള മറുപടി ഇനി ഡൽഹിയിൽ ചേരാനിരിക്കുന്ന അവരുടെ CC യോഗത്തിൽ പറയുമെന്ന് തന്നെ നമുക്ക് കരുതിക്കൂടെ? അപ്പോൾ 1-2 ചോദ്യങ്ങൾ ഇവിടെ ബാക്കിയാകുന്നു. എന്തേ ഇനി പാർട്ടി ഘടകത്തിനകത്ത് എന്തേലും ഡൽഹിയിൽ, അതായത് ഏതായാലും പാർട്ടി ഘടകം ഡൽഹിയിൽ, ഈ പറയുന്ന CC ഡൽഹിയിൽ തന്നെ അടുത്ത് തന്നെ കൂടിയേക്കാവുന്ന കമ്മിറ്റിയിൽ ഈ സഖാവിനെ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പ്രസിഡന്റായ ശ്രീമതിയെ അവരുടെ മുതിർന്ന കോമറേഡ് വിജയൻ പരാമർശിച്ചത് ശരിയായില്ല എന്ന് വാസുകി എന്ന മറ്റൊരു നേതാവ് കൂടി ഉണ്ടല്ലോ പോളിറ്റ് ബ്യൂറോയിൽ, അവർ ചോദിക്കുമോ? എന്തായാലും അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബിയെ ഇരുത്തിക്കൊണ്ട് പിണറായി ശ്രീമതിയോട് ഇത്തരത്തിൽ പറയുമ്പോൾ ബേബിയോ ഗോവിന്ദനോ പാർട്ടിയിൽ ഒന്നുമല്ല എന്നും ഞാൻ തന്നെയാണ് എല്ലാം എന്നും പറയാതെ പറയുകയാണ് പിണറായി വിജയൻ എന്ന നേതാവ്. അതായത് പിണറായി VS പോര് നടക്കുന്ന അവസരത്തിൽ, അതായത് പിണറായി പാർട്ടിയുടെ സെക്രട്ടറിയും VS കേരളത്തിന്റെ മുഖ്യമന്ത്രിയുമായിരിക്കുമ്പോൾ VSനെ വെട്ടാൻ സഖാവ് വിജയനോടൊപ്പം, അതായത് സഖാവ് പിണറായി വിജയനോടൊപ്പം നിന്ന് കളിച്ച വ്യക്തിയായിരുന്നു ശ്രീമതി ടീച്ചർ. ആ ശ്രീമതി ടീച്ചറെ പിണറായി വിജയൻ എന്ന സംസ്ഥാന സെക്രട്ടറിക്കൊപ്പം നിന്ന് പാർട്ടി ഭരണത്തിന്റെ നിയന്ത്രണം സെക്രട്ടറി തന്നെ ഏറ്റെടുത്ത് VSനെ ഒന്നുമല്ലാതായിരിക്കുമ്പോൾ VS മന്ത്രിസഭയിൽ ആരോഗ്യമന്ത്രിയായിരുന്ന PK ശ്രീമതി പിണറായി വിജയൻ എന്ന നേതാവിനെ അടുത്തൊരു ഭരണകാലത്തേക്ക് മുഖ്യമന്ത്രിയായി കൊണ്ടുവരുന്നതിന് നിർണായക പങ്ക് വഹിച്ചിരുന്നു. അത് പിണറായി മറന്നു, പക്ഷേ കേരളം മറക്കില്ല. ഏതായാലും തന്നെ ഉന്നതങ്ങളിലേക്ക് എത്തുന്നതിന് ആരൊക്കെ കൂടെ നിന്നോ അവരെയൊക്കെ പിണറായി ഒരു വേള മറക്കുന്നതായി ഈ ശ്രീമതി ടീച്ചറെ CCയിൽ അംഗമായിരിക്കുന്ന CCയിൽ ക്ഷണിതാവായിരിക്കുന്ന PK ശ്രീമതി എന്തിന് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ കേരളത്തിൽ നടക്കുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ എന്തിന് വന്ന് ഒരു ഭാഷ്യം ചോദിക്കുമ്പോൾ പിണറായി താൻ ചവിട്ടി വന്ന പടവുകളിൽ തൻ്റെ ഒപ്പം നിന്ന പലരെയും മറക്കുന്നു എന്നത് രാഷ്ട്രീയ കേരളം നോക്കുകയാണ്, അതിശയത്തോടെ നോക്കി കാണുകയാണ്.